മാറ്റം കിട്ടിപ്പോകുന്ന അധ്യാപകർക്ക് ഒരു പോസ്റ്റ് കാർഡ് അയക്കുന്ന ശീലം അവൾക്കുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലെ ഓർമ്മകളുമായി വർഷങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ മലയാളം മാഷെ കാണാൻ ചെന്നതായിരുന്നു. നിറം മങ്ങാത്ത ആ പോസ്റ്റ് കാർഡ് എന്ന കഥയിൽ നമ്മൾ ആ കൂടിക്കാഴ്ച ഇങ്ങനെ ആസ്വദിക്കുന്നു. ഇടയ്ക്ക് മാഷ് വടികുത്തി അകത്തേക്ക് പോയി. വെറ്റില സൂക്ഷിച്ചു വെക്കുന്ന പോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ടുവന്നു. പിന്നിക്കീറിയ കുറേ കടലാസുകൾക്കിടയിൽ നിന്ന് മാഷ് ഒരു പോസ്റ്റ് കാർഡ് എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അവളത് കൗതുകത്തോടെ വായിച്ചു. 1963. മാഷക്ക് സുഖമല്ലേ? ഇനി എപ്പോഴാ സ്കൂളിൽ വരിക? രണ്ടാമതൊന്ന് കാണാൻ അനുവദിക്കാതെ മാഷ് ആ സഞ്ചിയിൽ തന്നെ കാർഡ് വെച്ച് അകത്തേക്ക് നടന്നു. ഏതോ ഒരു അമൂല്യ നിധി സൂക്ഷിക്കുന്നത് പോലെ. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മാഷ് ഭർത്താവിൻ്റെ ചുമലിൽ തട്ടി അനുഗ്രഹിച്ച് അഭിനന്ദിച്ചു. നിങ്ങൾ ഭാഗ്യവാനാണ്. മടങ്ങുമ്പോൾ അവളുടെ മനസ്സ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തേ ആ പോസ്റ്റ് കാർഡ് നിറം മങ്ങിയില്ല എന്ന അതിശയത്തിൽ കുതിർന്നു തുടങ്ങിയിരുന്നു. കാറിൻ്റെ പിന്നിലെ ഗ്ലാസ്സിലൂടെ അവൾ തിരിഞ്ഞു നോക്കി. മാഷ് വടിയും കുത്തിപ്പിടിച്ച് അകന്നുകൊണ്ടിരിക്കുന്ന കാറിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നമസ്കാരം. പേരുകൊണ്ട് തന്നെ നമ്മെ അതിശയിപ്പിക്കുന്ന, ആകർഷിക്കുന്ന കഥാസമാഹാരമാണ് പ്രൊഫസർ എ രാധാജി നായർ എഴുതിയ നഷ്ടപ്പെട്ടതെല്ലാം ഇഷ്ടപ്പെട്ടത് എന്ന ഈ പുസ്തകം. നിയമബിരുദങ്ങൾക്കെല്ലാം ശേഷം 1980 മുതൽ വിവിധ ലോ കോളേജുകളിൽ കുട്ടികളുടെയെല്ലാം പ്രിയപ്പെട്ട അധ്യാപികയും പ്രിൻസിപ്പാളുമായിരുന്നു രാധാജി നായർ. നീയില്ലാത്തിടത്ത് ഞാൻ നിന്നെ തിരയുകയായിരുന്നു എന്ന ആദ്യ കഥയിൽ തുടങ്ങി ഇടവഴിയിലെ മഴ എന്ന അവസാന കഥ വരെ വായനക്കാരുടെ ഉള്ളം നിറയ്ക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലെ കഥകളെല്ലാം. നഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ മയിൽപ്പീലി തുണ്ടുകൾ അനന്തമായ ആകാശം കാണുമ്പോൾ കഥാകാരിയുടെ കിനാക്കൾ ഒന്നൊന്നായി വായനക്കാരിലേക്ക് കൂടി വളർന്നു പെരുകുന്നു. ഓർമ്മകളുടെ ഇത്തിരി വെട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട തേങ്ങലുകളും നന്മയുള്ള കനവുകളും കൈത്തിരികളുമായി നമ്മുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടി വിളിക്കും. അവിടെ സ്നേഹത്തിൻ്റെ, നഷ്ടബോധത്തിൻ്റെ കാലച്ചകൾ നമുക്ക് കേൾക്കാം. ശിഷ്യഗണങ്ങൾക്കാകട്ടെ മനസ്സിൻ്റെ എഴുത്തോലക്കീറിൽ പതിഞ്ഞിരിക്കുന്ന ഗുരുവിൻ്റെ കരസ്പർശം അനുഭവിക്കാനും കഴിയും. പ്രണയത്തിൻ്റെ താമരനൂലിൽ കോർത്തെടുത്ത കഥകളിലെല്ലാം ഭക്തിയും അതിൻ്റെ സൗന്ദര്യ ലഹരിയും നാം ആസ്വദിക്കുന്നു. മോഹങ്ങളുടെ വർണ്ണശലഭങ്ങളായി പറന്നുവന്ന എഴുത്തുകാരാ, നീ എന്നിൽ പതിപ്പിച്ച കണ്ണീരക്ഷരങ്ങൾ ഇപ്പോഴും മാഞ്ഞുപോയില്ല. നീ എവിടേക്കാണ് മറഞ്ഞത്? പുറത്ത് പെയ്യുന്നത് മഴയല്ല, എൻ്റെ ചുടുബാഷ്പധാരയാണെന്ന് എന്തേ നീ ഓർക്കുന്നില്ല? അന്നത്തെ പാതിരാവിൽ വിജനമായ പാതയിലെ കരിങ്കൽ പാളികളിൽ നാം ഇരുവരും കണ്ണടച്ച് മുഖം ചേർത്തിരുന്നപ്പോൾ, കരവലയങ്ങളാൽ പരസ്പരം ബന്ധിതരായപ്പോൾ, മിന്നാമിന്നിക്കൂട്ടങ്ങളും സുഗന്ധം വീശിയെത്തിയ ചിത്രശലഭങ്ങളും നമ്മിൽ വന്നടിഞ്ഞപ്പോൾ, ആ സുഗന്ധത്തോടൊപ്പം ചിത്രശലഭങ്ങളോടൊപ്പം ഇലപ്പടർപ്പുകളിലൂടെ ജീവന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോഴും നമ്മുടെ കണ്ണുകൾ ഇറുകി അടച്ചിരുന്നതായിരുന്നുവല്ലോ. അപ്പോഴും നീ എന്നെ പുണർന്നിരുന്നുവല്ലോ. എന്നിട്ടിപ്പോൾ നീ. ഇനി എവിടെ ഒഴുക്കും എന്ന കഥയിലെ വരികളിൽ പടരുന്ന ഈ സ്നേഹപ്രവാഹവും പ്രണയത്തിൻ്റെ നിറക്കൂട്ടുകളും മറ്റു കഥകളെയും വർണ്ണാഭമാക്കുന്നുണ്ട്. ഓർമ്മകൾ ഉറങ്ങുന്ന ഐപാഡ് എന്ന കഥയിലാകട്ടെ, ഐപാഡിൽ നാം അറിയാതെ പോലും ഉൾച്ചേർന്നിരിക്കുന്ന ഞാൻ എന്ന രൂപകൽപ്പനയെ നീ എന്ന ശിഷ്യവാത്സല്യത്തിലേക്ക് ഉണർത്തുമ്പോൾ ആ തൊട്ട് തലോടൽ നമുക്കും അനുഭവപ്പെടും. മേ ബി പാസ്ഡ് ഓവർ എന്ന കഥയിലെ കേസുകെട്ടുകളിലാകെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് നർമ്മത്തിൻ്റെ പ്രസരിപ്പാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കൂടി സന്നദ്ധ എടുത്ത വക്കീലാണ് കഥാനായകൻ ഗോകർണൻ. കഥയ്ക്കൊടുവിൽ ഗോകർണൻ വക്കീലിൻ്റെ കേസുകെട്ടുകളിൽ നിന്ന് മാതൃഭൂമിയും മനോരമയും മാധ്യമവും ചന്ദ്രികയും വനിതയും പുറത്തു ചാടുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ഫേസ്ബുക്ക് ഫ്രണ്ടിനെ തേടിയുള്ള വാസുപിള്ളയുടെ യാത്രയുടെ കഥ പറയുന്ന സംഭവാമി യുഗേ യുഗേ എന്ന കഥയിലും നർമ്മത്തിൻ്റെ മർമ്മം കഥാകാരി കണ്ടെത്തുന്നുണ്ട്. അതും കഴിഞ്ഞ് പെൺമുഖം കാണാത്ത ഭാഗവതർ എന്ന കഥയിലേക്ക് എത്തുമ്പോൾ ചിരിക്കാത്തവരെ അടിയന്തരമായി ചികിത്സിക്കേണ്ടി വന്നേക്കും.
ഭാഗവതർ ശിഷ്യയായ കാമാച്ചൂട്ടിയുമായി കച്ചേരിക്കെന്ന് പറഞ്ഞ് നാടുവിടുന്നു. പിന്നെ തിരിച്ചെത്തിയില്ല. എന്നിട്ടും കഥാന്ത്യത്തിൽ ഭാഗവതരെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന അയാളുടെ ഭാര്യ പറയുന്നു, എന്നാലും എൻ്റെ ആളാച്ചിട്ട് പറയല്ലാട്ടോ, ഒരു പെണ്ണിൻ്റെയും മുഖത്ത് നോക്കാത്ത ആളാ. ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആഹ്ലാദാരവങ്ങളും അഭിമാന നിമിഷങ്ങളും പല കഥകളിലും തിരയടി ചാർക്കുന്നുണ്ട്. ശബ്ദം നഷ്ടപ്പെട്ട ആ ഒക്ടോബർ എന്ന കഥയിൽ സമയബോധമില്ലാത്ത കോമാളിയായ മരണം കുട്ടികളിൽ ഒരാളുടെ അമ്മയെ കവർന്നെടുത്തപ്പോൾ ആ സങ്കടക്കടലിൽ വായനക്കാരും ആഴ്ന്നു പോകും. ഈറനണിയുന്ന കണ്ണുകളും നുറുങ്ങുന്ന മനസ്സുമായി തല്ലാതെ തട്ടമിട്ട പെൺകുട്ടിയിലെ റഹിയയുടെ മരണമുഖത്തേക്ക് നമുക്ക് എത്താനാവില്ല. ഇത്തരത്തിൽ കഥയും ആത്മകഥയും തമ്മിൽ ഇഴപിരിക്കാനാവാത്ത വിധം കെട്ടിപ്പുണർന്ന് നിൽക്കുന്നുണ്ട് എല്ലാ കഥകളിലും. രാധാജി നായർക്ക് സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട്. അത് സ്നേഹത്തിൻ്റെതാണ്. നിലയ്ക്കാത്ത പ്രവാഹം പോലെ, ചിറകെട്ടിത്തടുക്കാൻ വയ്യാത്ത ഒഴുക്ക് പോലെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കണം. ഇതാണ് ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. ഈ ആത്മാംശം കഥകളിലെല്ലാം ഒരു തൊങ്ങല് പോലെ തുന്നിപ്പാകിയിട്ടുണ്ട്. മുഴുവിക്കാനാവാത്ത ഒരു ഉമ്മ എന്ന കുന്നിക്കുരു പോലുള്ള കൊച്ചു കഥ വായിച്ചവസാനിപ്പിക്കുമ്പോൾ അതിൽ കഥാപാത്രമാകാത്ത ആരെങ്കിലും വായനക്കാരിൽ ഉണ്ടാകുമോ? ഉമ്മയുടെ ഓർമ്മപ്പാടുകൾ തുടയ്ക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? സംശയമാണ്. ഇത്തരത്തിൽ കഥാപരിസരവും അതിൽ ഉൾച്ചേർന്ന ഭാഷയുടെ ഒഴുക്കുമെല്ലാം നമ്മെ ഓരോ കഥയിലേക്കും കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഒതുക്കത്തോടെ എഴുതപ്പെടുന്ന ചെറിയ കഥകൾ കഥാകൃത്തിന്റെ ശില്പവൈഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. വാരിവലിച്ചെഴുതാതിരിക്കണമെങ്കിൽ പ്രമേയത്തിൻ്റെയും ഭാഷയുടെയും ശില്പഘടനയുടെയും മേൽ കഥാകൃത്തിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകണം. ആ നിയന്ത്രണമാണ് ഈ സമാഹാരത്തിലെ കഥകൾക്ക് വിജയതിലകം ചാർത്തുന്നത് എന്നുള്ള കെ ജയകുമാർ സാറിന്റെ ആമുഖത്തിലെ വാക്കുകൾ ഈ അക്ഷരഗോപുരത്തിലേക്കുള്ള പ്രവേശന കവാടം തന്നെയാണ്. ഈ കഥക്കൂട്ടിലെ വരാതിരിക്കാനാവുമോ നിനക്ക് എന്ന കഥ അവസാനിപ്പിക്കുന്നത് നിനക്ക് വരാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ഈ കഥാകാരിക്ക് ഇനിയും കഥകളുമായി വരാതിരിക്കാൻ ആവില്ല. ജീവനുള്ള ഓർമ്മകളുടെ നീർച്ചാലിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന കഥകൾ എഴുതാതിരിക്കാൻ ആവില്ല. ഉള്ളിലുള്ള അനുഭവങ്ങളുടെ ആഴി വീണ്ടും കടഞ്ഞെടുക്കുക. അവയെല്ലാം ജീവജലം പോലെ വായനക്കാർ ആസ്വദിക്കട്ടെ. പ്രൊഫസർ എ രാധാജി നായർക്ക് ഇഷ്ടപ്പെട്ടവയൊന്നും വായനക്കാർക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ.